ഹായ് ഹലോ വെൽക്കം ടു അനദർ വ്ലോഗ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ വന്നിട്ടുള്ളത് അഗോഡ ഫോർട്ടിലേക്കാണ്. വന്നത് ഉച്ച സമയമാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അഗോഡ ബീച്ച് അല്ല കേട്ടോ, ഫോർട്ടാണ്. ലൈറ്റ് ഹൗസ് ഉണ്ട്. എത്രയായി? ഫോർട്ട് അഗോഡ ഒരാൾക്ക് 15 ഇയേഴ്സിന് കുറവുള്ളവർക്ക് നോ ടിക്കറ്റ്. 25 റുപ്പീസാണ് അഡൽട്ട്സിന്. 15 ഇയേഴ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ്. 25 റുപ്പീസ് ഫോർ അഡൽട്ട്സ്. അമ്മ കരിയല്ലേ കിട്ടിയില്ലെങ്കിലോ രണ്ടാളും കിട്ടൂ. അപ്പൊ അച്ഛനെ ഇറക്കും, അച്ഛനും കിട്ടിയില്ലെങ്കിൽ അപ്പൊ അമ്മ ഇറങ്ങും. അമ്മേനും കിട്ടിയില്ലെങ്കിൽ അപ്പൊ പിന്നെ ആർക്കൊന്നും നഷ്ടല്ലല്ലോ. അമ്മ ഇറങ്ങരുത്. പിന്നെ അമ്മ ഒറ്റയ്ക്ക് ജീവിക്കുവോ? അത് വേണ്ട. അമ്മച്ചൻ്റെ ഒപ്പം അമ്മച്ചനും അമ്മൂമ്മയൊന്നുമല്ല, നമ്മുടെ ഫാമിലി ഏതാ ഇതല്ലേ. അച്ഛൻ ഇറങ്ങിയില്ലെങ്കിലും അമ്മ, അച്ഛൻ ഇറങ്ങിയില്ലെങ്കിലും അമ്മ ഇറങ്ങും അല്ലേ. ഫോർട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇവർ വലിയ കിടങ്ങ് കാണുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇവർ അതിലേക്ക് വീണു പോയാലോ എന്ന് പറഞ്ഞിട്ട് ഉള്ള കൂലങ്കഷമായ ചർച്ചയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും, അദ്വിയാനും വീണു പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരത്തിൻ്റെ ഇടയ്ക്ക് ടിക്കറ്റ് മിസ്സായ കഥ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ. ടിക്കറ്റ് പോയതാ? എവിടെ വീണു? അവിടെ മൊബൈൽ എടുത്തപ്പോഴേ എന്തോ അത്. ഇത് ലൈറ്റ് ഹൗസ് ആണേ. ഇതാണ് ലൈറ്റ് ഹൗസ്. ഇതന്നല്ലേ ലൈറ്റ് ഹൗസ് അല്ലേ? അനു പറയും, അനു വായിക്കും. അനു റെക്ടാങ്കുലർ മൊത്തം പറഞ്ഞു. റെക്ടാങ്കുലർ. നെക്സ്റ്റ് വേർഡ്. യെസ്. small,
Encircled encircled area. area of the Parapets. A flight of steps at the entrance leads to the top portion of the fort where an open flat square area is constructed. This open area connects the entry to the lighthouse and the parapet wall. ഇത് കണ്ടിട്ട് സുഭാഷിന് ഓർമ്മ വരുന്നു അനുവിന്. ഇതൊന്നും തീരെ സേഫ് അല്ല കേട്ടോ. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതെല്ലാം കേടായി നിൽക്കും. ഇതിന് തൊട്ടപ്പുറം ബീച്ചാണ്, ഈ മതിലിനപ്പുറം. ഇഷ്ടപ്പെട്ടില്ലേ അദ്വിക? ക്ലിയറാവുന്നില്ല എത്ര ആഴുണ്ടെന്നുള്ളത്. ഇത് ഫോർട്ടിൽ നിന്നുള്ള സീ വ്യൂ ആണ്. ഇതാണ് ലൈറ്റ് ഹൗസ്. വേണ്ട 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 വേണ്ട. എന്താ പരിപാടി? എന്താ ശശിയായത്? പുഴയല്ല അത്, കടലാ. കൊറേ ദൂരം അപ്പുറ. കണ്ടില്ലേ എത്ര ദൂരെ? നടക്ക് നടക്ക്. ഒരു ഫോട്ടോഷൂട്ടാണേ. അപ്പോൾ അത്രയേ ഉള്ളൂ അഗോഡ ഫോർട്ടിലെ വിശേഷങ്ങൾ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കേട്ടോ കേട്ടോ വരുന്നുണ്ട്. ഞാനത് മാറ്റാൻ ശ്രമിക്കാം. ഇത് പോവാം. ഇത് അഗോഡ ഫോർട്ടിൻ്റെ
ഉള്ളിൽ നിന്ന് തന്നെ സ്റ്റെപ്സ് ഉണ്ട്. അവിടുന്ന് കയറിയിട്ട് ഹൈറ്റ് എന്നുള്ള വ്യൂ ആണ് കേട്ടോ, സീ വ്യൂ ആണ്. നമ്മൾ ഇതുവരെ നിന്നുകൊണ്ടിരുന്ന അവിടെ താഴെ അവിടെ ആയിരുന്നു. അനു അടുത്തിരിക്കുകയാണ്. അനുവിന് മതിയായി. അനു ക്ഷീണിച്ചാനു പോവാൻ പോവാം. ഇതാണ് നമ്മൾ വന്ന വഴി. കുഞ്ഞുവാവ പിന്നെയും തോളത്ത് കയറി. ഒരു കുഞ്ഞുവാവയാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുവാവയാണ് അല്ലേ അനു? ആണോ? ഇത് നമ്മുടെ വലിയ വാവ. അഗോഡ ഫോട്ടോ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ച സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറുന്ന റെസ്റ്റോറൻറ്റ്, ഫിഷ് ഡെക്ക്. എല്ലാവരും ആകെ ക്ഷീണിച്ചു പോയി. പ്രത്യേകിച്ച് പിള്ളേർ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി കേട്ടോ. കാരണം ഒന്നാമത് അവർക്ക് എൻജോയ് ചെയ്യാൻ മാത്രം ഒന്നും ഇല്ല ഫോർട്ടിൽ. അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അദ്വികയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവർക്കിപ്പോൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂസൊന്നും അറിയാനുള്ള പ്രായമായില്ലല്ലോ. പിന്നെ നല്ല ഉച്ച സമയമല്ലേ. ഇതൊരാൾ ഇരിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഫുഡിനുള്ള വെയിറ്റിംഗ് ആണ്. ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റർ വന്നില്ല ഇതുവരെ. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ കേട്ടോ. ഇതാണ് ഫിഷ് ഡെക്ക് റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ. നല്ല സൂപ്പർ വൈബാണ്. നല്ല ഹൈ വോളിയത്തിൽ മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു രസമല്ലേ. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അതാ പേര് കേട്ടാൽ തന്നെ അറിയാമല്ലോ, ഫിഷ് ഡെക്ക്. അപ്പോൾ ഞങ്ങൾ എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. എനിക്ക് ഫിഷ് താലിയാണ് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാ ഫിഷ് ഐറ്റം വരുമല്ലോ. എല്ലാം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ടുപേർക്കും പറ്റിയൊരു സീറ്റ് കിട്ടി. ഇപ്പോൾ രണ്ടാൾ ഹാപ്പിയാണ് കേട്ടോ. ആ ഇരിക്കുന്നത് ഹുക്കയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതൊരു ഷോ പീസാക്കി വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഞങ്ങളങ്ങനെ ഫിഷ് താലിക്ക് തന്നെ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് റെഡിയാവാൻ കുറച്ച് ടൈം എടുക്കും. ഞങ്ങളാണെങ്കിൽ നന്നായി വിശന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മൊഹിറ്റോ ഓർഡർ ചെയ്തു കേട്ടോ. ഫുഡ് വരുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണ്ടല്ലേ. അങ്ങനെ എനിക്കുള്ള ഫിഷ് താലി വന്നു കേട്ടോ. ഇതിലൊക്കെ എന്തൊക്കെ ഫിഷ് ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം. നോർമൽ റൈസ് കറി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആവോലി ഫ്രൈ, ക്രാബ്, പിന്നെ കല്ലുമ്മക്ക പറയും. ഞങ്ങളുടെ നാട്ടിൽ കല്ലുമ്മക്ക എന്നാണ് പറയുന്നത്. ഇതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ എക്സ്ട്രാ ഒരു പ്രോൺസ് ഫ്രൈ കൂടെ വാങ്ങിച്ചു കേട്ടോ. രതിശേഷന് ഓർഡർ ചെയ്തത് ഒരു വെജ് താലിയാണ് കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ റൈസൊക്കെ ഞങ്ങൾ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. പക്ഷേ ഫുഡ് കുറച്ച് എക്സ്പെൻസീവാണ് കേട്ടോ. ഇവിടെ പ്രൈസ് കുറച്ച് ഹൈ ആണ്. പക്ഷേ കുഴപ്പമില്ല, അതിനുള്ള ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഇവിടെ നല്ല കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ സൂപ്പർബാണ്. ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പ്രൈസ് ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കാം കേട്ടോ. ബില്ല് ഞാൻ കാണിക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പം കാണിക്കാം കേട്ടോ. भेलपुरी मसाला पूरी